ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഫോർത്ത് മൊഡ്യൂൾ വർക്കിംഗ് വിത്ത് ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഫോർത്ത് മൊഡ്യൂളിൽ മൊത്തം 3 പാർട്സാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു മോഡുലാർ പ്രോഗ്രാമിംഗ്, റൈറ്റിംഗ് ഫങ്ഷൻസ്, ഫോർമൽ പാരാമീറ്റർ ആൻഡ് ആക്ച്വൽ പാരാമീറ്റർ. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്തോന്ന് നോക്കാം. Modular programming is a software design technique which emphasizes separating the functionality of a program into independent and interchangeable modules such that each contain everything necessary to execute only one aspect of the desired functionality. That means, simply പറയുകയാണെങ്കിൽ modular programming means subdivision of programs into manageable chunks. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ, in the case of companies, most programs written for companies will have thousands of line of code. അതായത് കമ്പനീസിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ ലാർജർ ഇൻ സൈസ് പ്രോഗ്രാംസ് ആയിരിക്കും. അപ്പം ഈ ലാർജർ ഇൻ സൈസ് പ്രോഗ്രാംസിൻ്റെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കോംപ്ലക്സിറ്റി കൂടിയ പ്രോഗ്രാംസ് ആണ്. ബിക്കോസ് അപ്പം ഈ പ്രോഗ്രാംസിനെ നമ്മളെടുത്തിട്ട് റൺ ചെയ്യുവാണെങ്കിൽ സൈസ് കൂടുതലായതുകൊണ്ട് തന്നെ എക്സിക്യൂഷൻ ടൈം അധികം എടുക്കും. അതുപോലെ തന്നെ എറർ ഒക്കെ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ എറർ വന്നു കഴിഞ്ഞാൽ തന്നെ അത് എവിടെയാണ് എറർ വന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഡിഫിക്കൽട്ടായിരിക്കും. സോ റാദർ ദാൻ റൈറ്റിംഗ് വൺ ലാർജ് പ്രോഗ്രാം ടു ദി പ്രോബ്ലം ഈ സ്പ്ലിറ്റ് ഇൻ ടു ദി ലോട്ട് ഓഫ് സ്മോളർ പ്രോബ്ലംസ്. അതായത് ഒരു ലാർജ് പ്രോഗ്രാമിനെ എടുത്ത് ഡയറക്റ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പകരം ആ പ്രോഗ്രാമിനെ നമുക്ക് ചെറിയ ചെറിയ സ്മോളർ പ്രോഗ്രാംസ് ആയിട്ട് അല്ലെങ്കിൽ സ്മോളർ മൊഡ്യൂൾസ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും, ഹാൻഡിൽ ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ കോംപ്ലക്സിറ്റി കുറവുമായിരിക്കും. സോ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ മോഡുലാർ പ്രോഗ്രാമിംഗ്. അതായത് ലാർജർ ഇൻ സൈസ് പ്രോഗ്രാംസിനെ സ്മോളർ ഇൻ സൈസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി മോഡുലാർ പ്രോഗ്രാമിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. ഇപ്പം സ്മോളർ സൈസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ കോഡ് സൈസ് എന്ന് പറഞ്ഞാൽ ഷോർട്ടായിരിക്കും, സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡും ആയിരിക്കും, ആൻഡ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ റീഡബിൾ ആയിരിക്കാം. അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് എറേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യാനും ഈസി ആയിരിക്കും. ആൻഡ് ഇറ്റ് സപ്പോർട്ട് റീയൂസ് ഓഫ് ദി കോഡ് ആൻഡ് ഈസി ടു മാനേജ്. അതുപോലെ തന്നെ വിത്ത് മോഡുലാർ പ്രോഗ്രാമിംഗ് പ്രോഗ്രാമേഴ്സ് ക്യാൻ കൊളാബറേറ്റ് ആൻഡ് വർക്ക് ഓൺ ദി സെയിം ആപ്ലിക്കേഷൻ. അപ്പം ഇത്രയും നേരം ഞങ്ങൾ പറഞ്ഞത് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്തുവാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസുമാണ് ഇപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് ഫങ്ഷൻ എന്തുവാണെന്ന് നോക്കാം. ഫങ്ഷൻ മീൻസ് ഇറ്റ്സ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ക്യാൻ ടേക്ക് സം ഇൻപുട്സ്, പെർഫോം സം കമ്പ്യൂട്ടേഷൻ ഓൺ ദോസ് ഇൻപുട്സ് ആൻഡ് ഇറ്റ് ദെൻ പ്രൊഡ്യൂസ് ഔട്ട്പുട്ട്. Syntax of the function is as follows. Return type, function name, then parenthesisനുള്ളിൽ parameter list or set of inputs. Return type indicate ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ type of the output returned by the function, and function name indicates actual function name. Then set of inputs or parameters indicate inputs provided to the function. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഇൻപുട്ട് സെറ്റ് ഓഫ് ഇൻപുട്ട്സ് അല്ലെങ്കിൽ ഈ പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷന് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമല്ല, നോട്ട് നെസസറി. വേണമെങ്കിൽ കൊടുത്താൽ മതി, കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. ഇപ്പം ഇൻപുട്ട് പാസ് ചെയ്തിട്ടില്ലെങ്കിലും ഈ ഫംഗ്ഷൻ കുറച്ച് കമ്പ്യൂട്ടേഷനൊക്കെ പെർഫോം ചെയ്തിട്ട് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. ഈ ഔട്ട്പുട്ട് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് കുഡ് ബി ഇൻറ്റിജർ, ഒന്നെങ്കിൽ ഇൻറ്റിജർ ടൈപ്പ് ആകാം, അല്ലെങ്കിൽ ക്യാരക്ടർ ടൈപ്പ് ആകാം, അല്ലെങ്കിൽ ഫ്ലോട്ട് ആകാം, അങ്ങനെ ഏത് വേണമെങ്കിലും ആകാം. നെക്സ്റ്റ്, വൈ വി യൂസ് ഫങ്ഷൻസ്. എന്തുകൊണ്ടാണ് നമ്മൾ ഫങ്ഷൻ യൂസ് ചെയ്യുന്നതെന്നാണ്. ദർ ആർ 2 ഇമ്പോർട്ടൻറ്റ് റീസൺസ് ഫോർ യൂസിങ് ഫങ്ഷൻസ്. ഫങ്ഷൻ യൂസ് ചെയ്യാൻ 2 ഇമ്പോർട്ടൻറ്റ് റീസൺസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ ആണ് റീയൂസിബിലിറ്റി. വൺസ് ദ ഫങ്ഷൻ ഈസ് ഡിഫൈൻഡ് ഇറ്റ് ക്യാൻ ബി റീയൂസ്ഡ് ഓവർ ആൻഡ് ഓവർ എഗെയിൻ. എക്സാമ്പിൾ സ്കാനർ ഫങ്ഷൻ. സ്കാനർ ഫങ്ഷൻ നമുക്ക് തന്നെ അറിയാം. വി ക്യാൻ യൂസ് സ്കാനർ ഫങ്ഷൻ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ടൈംസ്
വിത്തൗട്ട് ഡിഫൈനിങ് ഇറ്റ്സ് ഫങ്ഷനാലിറ്റി എഗെയിൻ ആൻഡ് എഗെയിൻ ഇൻ എ പ്രോഗ്രാം. നമുക്ക് ഒരു പ്രോഗ്രാം നമ്മൾ ഒരു പ്രാവശ്യമല്ല സ്കാനർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്, നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം സ്കാനർ ഫംഗ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം റീയൂസിബിലിറ്റി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അബ്സ്ട്രാക്ഷൻ. ഇഫ് യു ആർ ജസ്റ്റ് using the function in your program, then you don't have to worry about how it works inside. That means ഇപ്പം സ്കാനർ ഫംഗ്ഷൻ്റെ ഒരു കേസ് പറഞ്ഞു റീയൂസിബിലിറ്റി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ സ്കാനർ ഫംഗ്ഷൻ ഓൾസോ പ്രൊവൈഡ് ദ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ. ദാറ്റ് മീൻസ് വി ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഹൗ ഇറ്റ് വർക്ക്സ്. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് വറി ആകേണ്ട കാര്യമില്ല. നെക്സ്റ്റ്, types of functions. There are two type of functions in C. First one എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻ ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ദീസ് ഫംഗ്ഷൻസ് ആർ ഡിഫൈൻഡ് ഇൻ ഹെഡർ ഫയൽസ്. ഈ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഹെഡർ ഫയൽസിലായിരിക്കും. കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. പ്രിൻ്റ് എഫ് ഫംഗ്ഷൻ, അതുപോലെ തന്നെ സ്ക്വയർ റൂട്ട് function, then string length function. These are some examples for standard library functions. ഈ printf ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ഡിവൈസിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് printf ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. ദെൻ ഈ printf ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡോട്ട് എച്ച് എന്ന് പറയുന്ന ഫയലിലാണ്, അതായത് stdio.h ഹെഡർ ഫയലിലാണ്. നെക്സ്റ്റ്, സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ ആ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻബിൽറ്റ് ഫംഗ്ഷനാണ് സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് math.h എന്ന് പറയുന്ന ഹെഡർ ഫയലിലാണ്. അതുപോലെ തന്നെ ഒരു സ്ട്രിങ് തന്നിട്ടുണ്ടെങ്കിൽ ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻബിൽറ്റ് ഫംഗ്ഷനാണ് സ്ട്രിങ് ലെങ്ത് ഫംഗ്ഷൻ, strlen, സ്ട്രിങ് ലെങ്ത് ഫംഗ്ഷൻ. ദെൻ ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് string.h എന്ന് പറയുന്ന ഹെഡർ ഫയലാണ്. നെക്സ്റ്റ് നമുക്ക് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ മീൻസ് യൂസർ ക്യാൻ ഓൾസോ ക്രിയേറ്റ് ഫങ്ഷൻസ് ആസ് പെർ ദെയർ ഓൺ നീഡ്സ്. സച്ച് ഫങ്ഷൻസ് ക്രിയേറ്റഡ് ബൈ യൂസേഴ്സ് ആർ നോൺ ആസ് യൂസർ ഡിഫൈൻ ഫങ്ഷൻസ്. അതായത് യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂസർ ഡിഫൈൻ ചെയ്തെടുക്കുന്ന ഫങ്ഷൻസിനെയാണ് യൂസർ ഡിഫൈൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഈ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രോഗ്രാം വിൽ ബി ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ്, മെയിൻറ്റെയിൻ ആൻഡ് ഡിബഗ്. അതുപോലെ തന്നെ കോഡ്സൊക്കെ റീയൂസ് ചെയ്യാൻ പറ്റും. സെയിം ആസ് ലാർജ് പ്രോഗ്രാംസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു സ്മാളർ മൊഡ്യൂൾസ്, സോ എ ലാർജ് പ്രൊജക്ട് ക്യാൻ ബി ഡിവൈഡഡ് എമംഗ് മെനി അതർ പ്രോഗ്രാമേഴ്സ്. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. നെക്സ്റ്റ്, പാർട്സ് ഓഫ് എ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ. 3 പാർട്സ് ആണുള്ളത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഓർ പ്രോട്ടോടൈപ്പ്, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ, തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ കോഡ്. അതിൽ ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കാം. ഫംഗ്ഷൻ ഡിക്ലറേഷൻ. എ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഈസ് സിംപ്ലി ദ ഡിക്ലറേഷൻ ഓഫ് എ ഫംഗ്ഷൻ ദാറ്റ് സ്പെസിഫൈസ് ഫംഗ്ഷൻസ് നെയിം, പാരാമീറ്റേഴ്സ് ആൻഡ് റിട്ടേൺ ടൈപ്പ്. അതായത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ മീൻസ് വിച്ച് സ്പെസിഫൈസ് ഫംഗ്ഷൻ നെയിം, പാരാമീറ്റേഴ്സ് ആൻഡ് റിട്ടേൺ ടൈപ്പ്. ഇത്രയും കാര്യങ്ങളായിരിക്കും ഫംഗ്ഷൻ ഡിക്ലറേഷനിൽ സ്പെസിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫംഗ്ഷൻ ബോഡി ഒന്നും ഉണ്ടായിരിക്കില്ല. ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഫംഗ്ഷൻ ബോഡി. ദെൻ സെയിം ആസ് എ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഗിവ് ഇൻഫോർമേഷൻ ടു ദി കമ്പൈലർ ദാറ്റ് ദ ഫംഗ്ഷൻ മേ ലേറ്റർ ബി യൂസ്ഡ് ഇൻ ദി പ്രോഗ്രാം. അതായത് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് കമ്പൈലറിന് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന എപ്പോഴെന്ന് വെച്ചാൽ ഈ ഫങ്ഷൻസ് പ്രോഗ്രാമിൽ പിന്നെ എപ്പോഴെങ്കിലും യൂസ് ചെയ്യുന്ന ഇൻഫോർമേഷൻ പാസ് ചെയ്യും. ആൻഡ് ദ സിൻടാക്സ് ഓഫ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഈസ് ആസ് ഫോളോസ്. റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, പാരാന്തസിസിനുള്ളിൽ പാരാമീറ്റർ ലിസ്റ്റ് ഓർ സെറ്റ് ഓഫ് ഇൻപുട്സ്. നെക്സ്റ്റ് ഈസ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. The function definition consists of a function header and a function body. ഇനി നമുക്ക് ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റിട്ടേൺ ടൈപ്പ്. റിട്ടേൺ ടൈപ്പ് മീൻസ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ ഔട്ട്പുട്ട് ഓഫ് ദി ഫംഗ്ഷൻ റിട്ടേൺഡ്. Return type means which indicates the type of the output returned by the function.
Some functions perform the desired operations without returning a value. In such cases, the return type will be void. Next, function name. Function name means which indicate the actual name of the function. Then arguments. When a function is evoked, you pass a value to the parameter. This value is referred to as actual parameter or argument. Next is function body. The function body contains a collection of statements that define what the function do or does. Syntax of the function definition is as follows. Return type, function name, parenthesisനുള്ളിൽ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്, ദെൻ കേളി ബ്രാക്കറ്റ് കൊടുക്കുക. കേളി ബ്രാക്കറ്റിനകത്തായിട്ട് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് സ്റ്റേറ്റ് ചെയ്യുക. ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡിഫൈൻ വാട്ട് ദ ഫങ്ഷൻ ഡു, ദെൻ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതാണ് ഫങ്ഷൻ ഡെഫിനിഷൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. റിട്ടേൺ ടൈപ്പ്, ഫങ്ഷൻ നെയിം, പാരാന്തസിസിനുള്ളിൽ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്, ദെൻ കേളി ബ്രേസിനകത്തായിട്ട് ഫങ്ഷൻ ബോഡി ഓഫ് ദി ഫങ്ഷൻ.